PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ആഗസ്റ്റ് മാസം 9-ാം തീയതി PSC നടത്തിയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ചോദ്യപേപ്പറിലെ 5 ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, ആസ്ടെക് സംസ്കാരം. ആസ്ടെക് സംസ്കാരം. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ. ഓപ്ഷൻ എ. മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി, ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. ഈ പ്രസ്താവനകളെല്ലാം പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക. JM ചാറ്റർജി. JM ചാറ്റർജി. ഭാരത് മാതാ സൊസൈറ്റി. ഭാരത് മാതാ സൊസൈറ്റി. ബരീന്ദ്രനാഥ് ഘോഷ്. ബരീന്ദ്രനാഥ് ഘോഷ് അനുശീലൻ സമിതി. ബരീന്ദ്രനാഥ് ഘോഷ് അനുശീലൻ സമിതി. ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. VD സവർക്കർ അഭിനവ് ഭാരത്. JM ചാറ്റർജി ഭാരത് മാതാ സൊസൈറ്റി. ബരീന്ദ്രനാഥ് ഘോഷ് അനുശീലൻ സമിതി. ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. VD സവർക്കർ അഭിനവ് ഭാരത്. ഉത്തരം ഓപ്ഷൻ ഡി. അഞ്ചാമത്തെ ചോദ്യം, 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, കൻവർ സിംഗ്. 1857 കലാപത്തിൽ ആരയിൽ നേതൃത്വം നൽകിയ നേതാവാണ് കൻവർ സിംഗ്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. കുറിച്യ ലഹള നടന്ന വർഷം 1812. സന്യാസി കലാപം നടന്നത് 1776. സാന്താൾ കലാപം 1855. പഴശ്ശി കലാപം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയായിരുന്നു. 1793 മുതൽ 1797 വരെയായിരുന്നു. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയായിരുന്നു. അപ്പോൾ കാലഗണന അനുസരിച്ച് എഴുതുമ്പോൾ ആദ്യം നടന്ന സംഭവം സന്യാസി കലാപമാണ് ആദ്യം നടന്നത്. രണ്ടാമതായി പഴശ്ശി കലാപം. മൂന്നാമത് കുറിച്യ ലഹള. നാലാമതായി സാന്താൾ കലാപം. അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. ശരി ഉത്തരം ഓപ്ഷൻ എ. ഏഴാമത്തെ ചോദ്യം, നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ഉണ്ടാകുന്നു. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ഉണ്ടാവുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. എട്ടാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒമ്പതാമത്തെ ചോദ്യം, അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. പത്താമത്തെ ചോദ്യം, നിത്യഹരിത വന മേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ്? നിത്യഹരിത വന മേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശമാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശം. ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശം. 11ാമത്തെ ചോദ്യം, ധുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ധുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, നർമ്മദ.
നർമ്മദാ നദിയിലാണ് ദ്വാന്തർ വെള്ളച്ചാട്ടം. 12ാമത്തെ ചോദ്യം, ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ്? ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണിയാണ് സെറ്റ്സെ ഫ്ലൈ. 13ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, കാപ്പിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 14ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പെട്രോളിയം ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. സൗരോർജം, വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നതാണ്. 15ാമത്തെ ചോദ്യം, ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏതാണ്? ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദിയാണ് ദാവോസ്. ഓപ്ഷൻ എ, ദാവോസ്. 16ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 17ാമത്തെ ചോദ്യം, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ബി, 8ാം പഞ്ചവത്സര പദ്ധതി. 18ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികളാണ് സാരഥി പ്രവാഹ്. 19ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഡ്രാഗൺ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകമാണ് ഡ്രാഗൺ. 20ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ഉത്തരം ഓപ്ഷൻ എ, കെ.എ. മുഹമ്മദ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. 22ാമത്തെ ചോദ്യം, തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഉത്തരം ഓപ്ഷൻ എ, 7 വർഷം. 23ാമത്തെ ചോദ്യം, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ സി, 42ാം ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലോട്ടറി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 25ാമത്തെ ചോദ്യം, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആസാം. 26ാമത്തെ ചോദ്യം, ക്രമത്തിലെഴുതുക. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നത് ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയമാണ്. മനുഷ്യാവകാശ ദിനം. നമ്മുടെ ഊർജം നമ്മുടെ ഭാവി ഭൗമ ദിനത്തിൻ്റെ പ്രമേയമാണ്. 2025 ഭൗമദിന പ്രമേയമാണ് നമ്മുടെ ഊർജം നമ്മുടെ ഭാവി. തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗാ ദിനത്തിൻ്റെ പ്രമേയമാണ്. തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. അപ്പോൾ ശരിയായി എഴുതിയ ഓപ്ഷനാണ്
ഓപ്ഷൻ എ. ശരി ഉത്തരം ഓപ്ഷൻ എ. 27ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 28ാമത്തെ ചോദ്യം ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയാണ്? ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയാണ്? ഉത്തരം ഓപ്ഷൻ എ. ജനങ്ങളുടെ കോടതി. ജനങ്ങളുടെ കോടതി. 29ാമത്തെ ചോദ്യം ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. 30ാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകളാണ് പാലക്കാടും വയനാടും. പാലക്കാട്, വയനാട്. 31ാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ. 32ാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. ഷാജഹാൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഷാജഹാൻ. 33ാമത്തെ ചോദ്യം എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത്? എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ. ആനയറ. ആനയറ. 34ാമത്തെ ചോദ്യം കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങളാണ് മെഡിക്കൽ കോളേജുകൾ. ഉത്തരം ഓപ്ഷൻ സി. മെഡിക്കൽ കോളേജുകൾ. 35ാമത്തെ ചോദ്യം ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. ഷഡ്പദങ്ങൾ. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. 36ാമത്തെ ചോദ്യം കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ. ക്യാൻസർ ബോധവൽക്കരണം. ക്യാൻസർ ബോധവൽക്കരണം. 37ാമത്തെ ചോദ്യം പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഉത്തരം ഓപ്ഷൻ എ. വിറ്റാമിൻ B3. വിറ്റാമിൻ B3. 38ാമത്തെ ചോദ്യം കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകമാണ് മൈറ്റോകോൺട്രിയ. ഉത്തരം ഓപ്ഷൻ എ. മൈറ്റോകോൺട്രിയ. 39ാമത്തെ ചോദ്യം എംഫീസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? എംഫീസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നതാണ് സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്കിംഗ്. 40ാമത്തെ ചോദ്യം AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തിരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി. A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. 41ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മന്ത് രോഗത്തിൻ്റെ രോഗകാരികളാണ് വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന വിരകൾ. മന്ത് രോഗത്തിൻ്റെ രോഗകാരികളാണ് വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന വിരകൾ. ഇത് ശരിയായ പ്രസ്താവനയാണ്. പ്രായപൂർത്തിയായ മന്ത് വിരകൾ ലസികാ വ്യവസ്ഥ അഥവാ ലിംഫാറ്റിക് വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത്. പ്രായപൂർത്തിയായ മന്ത് വിരകൾ ലസികാ വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി. 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. 42ാമത്തെ ചോദ്യം പരിണിത ഫലം 0 ആയ ഗ്രാഫ് ഏതാണ്? പരിണിത ഫലം 0 ആയ ഗ്രാഫാണ് ഓപ്ഷൻ എ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 43ാമത്തെ ചോദ്യം പ്രേഷണത്തിന് മാധ്യമ ആവശ്യമുള്ള തരംഗം ഏതാണ്?
പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗമാണ് ശബ്ദതരംഗം. ഉത്തരം ഓപ്ഷൻ സി ശബ്ദതരംഗം. ശബ്ദതരംഗത്തിന് മാധ്യമം ആവശ്യമാണ്. 44-ാമത്തെ ചോദ്യം. ഘർഷണം ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി 1.2 മീറ്റർ/സെക്കൻഡ്². 45-ാമത്തെ ചോദ്യം. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. ഉത്തരം ഓപ്ഷൻ സി ആദിത്യ L1. 46-ാമത്തെ ചോദ്യം. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി മാൽവെയർ. സ്നോ ബ്ലൈൻഡ് ഒരു മാൽവെയർ ആണ്. 47-ാമത്തെ ചോദ്യം. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പറാണ് 16. ഉത്തരം ഓപ്ഷൻ സി 16. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസം ഇല്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 5 atm. 5 atm. 49-ാമത്തെ ചോദ്യം. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ അതിൻ്റെ അപദ്രവ്യമായ SnO2-വിൽ നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? ഉത്തരം ഓപ്ഷൻ എ കാന്തിക വിഭജനം. ഉത്തരം ഓപ്ഷൻ എ കാന്തിക വിഭജനം. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമനൈറ്റ്. ഉത്തരം ഓപ്ഷൻ എ ഇൽമനൈറ്റ്. 51-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ് CaC2. 52-ാമത്തെ ചോദ്യം. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാനാണ് മുരളി ചീരോത്ത്. മുരളി ചീരോത്ത്. 53-ാമത്തെ ചോദ്യം. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41-ൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ എ നവദീപ് സിംഗ്. നവദീപ് സിംഗ് ആണ് 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41-ൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. 54-ാമത്തെ ചോദ്യം. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപ്പിള്ള. 1984. 1984-ലാണ് ജ്ഞാനപീഠ പുരസ്കാരം തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ലഭിച്ചത്. 55-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് അരയ സമാജം. 56-ാമത്തെ ചോദ്യം. ആദ്യത്തെ മലയാള പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ആദ്യത്തെ മലയാള പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് ഇല്ലിക്കുന്ന്. ഇല്ലിക്കുന്ന്. 57-ാമത്തെ ചോദ്യം. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. അതായത് സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. 58-ാമത്തെ ചോദ്യം. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. ഉത്തരം ഓപ്ഷൻ ബി പി സതീദേവി. 59-ാമത്തെ ചോദ്യം. ഇ ഗവേണൻസ് എന്നാൽ എന്താണ്?
സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇ ഗവേണൻസ്. സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് ഇ ഗവേണൻസ്. 60-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണമാണ് പ്രിന്റർ. 61-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിന്റെ നിർവചനം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിന്റെ നിർവചനം? ഉപഗ്രഹ. ഉത്തരം ഓപ്ഷൻ ഡി. ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലാന്. ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലാന്. അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 62-ാമത്തെ ചോദ്യം. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി. ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡൺ. ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ. 63-ാമത്തെ ചോദ്യം. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പാണ് വില്ലോ. ഉത്തരം ഓപ്ഷൻ എ, വില്ലോ. 64-ാമത്തെ ചോദ്യം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം. 65-ാമത്തെ ചോദ്യം. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 22. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 22. 66-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യത്താണ്? വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ഉത്തരം ഓപ്ഷൻ സി, സ്വീഡൻ. 67-ാമത്തെ ചോദ്യം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം NWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ, അധ്യായം 3. അധ്യായം 3. 68-ാമത്തെ ചോദ്യം. 2025 കബഡി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 കബഡി ലോകകപ്പ് വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ വെച്ചാണ് 2025 കബഡി ലോകകപ്പ് നടക്കുന്നത്. 69-ാമത്തെ ചോദ്യം. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖ്. 70-ാമത്തെ ചോദ്യം. ഗാർഹിക പീഡന ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 71-ാമത്തെ ചോദ്യം. യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 10 AM 10 AM. 72-ാമത്തെ ചോദ്യം. 0.003 into 0.45 divided by 0.009 is equal to 0.15. ഉത്തരം ഓപ്ഷൻ ബി, 0.15. 73-ാമത്തെ ചോദ്യം. 108 km/h വേഗത എന്തിനു സമാനമാണ്? 108 km/h വേഗത 30 m/s സമാനമാണ്. ഉത്തരം ഓപ്ഷൻ ബി, 30 m/s. 74-ാമത്തെ ചോദ്യം.
16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? ഉത്തരം ഓപ്ഷൻ ബി 20 ദിവസം. 20 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും. 75-ാമത്തെ ചോദ്യം. 24 സെന്റിമീറ്റർ ഉയരവും 6 സെന്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ഗോളത്തിന്റെ ആരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 6 സെന്റിമീറ്റർ. 76-ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 36. 77-ാമത്തെ ചോദ്യം. 0, 6, 24, 60 അടുത്ത സംഖ്യ ഏതായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി 120. 78-ാമത്തെ ചോദ്യം. WFB TGD QHG അടുത്തതായി വരുന്നത് NIK ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ ബി NIK. 79-ാമത്തെ ചോദ്യം. 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാകുന്ന തീയതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 12/5/2023. ഉത്തരം ഓപ്ഷൻ സി. 80-ാമത്തെ ചോദ്യം. E = 5 പെൻ = 35 എങ്കിൽ പേജ് എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി 29 ആയിരിക്കും. ഓപ്ഷൻ ഡി. 81-ാമത്തെ ചോദ്യം. ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ഗിവൺ ബിലോ. എ ഡാഷ് ഓഫ് സ്റ്റെയേഴ്സ്. ഉത്തരം ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. ഉത്തരം ഓപ്ഷൻ എ ഫ്ലൈറ്റ്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. 82-ാമത്തെ ചോദ്യം. ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു മേക്ക് ഇറ്റ് എ ക്വസ്റ്റ്യൻ. ഷീ സെൽഡം ഗോസ് ഔട്ട്. ഉത്തരം ഓപ്ഷൻ എ ഡസ് ഷീ. ഷീ സെൽഡം ഗോസ് ഔട്ട്. ഉത്തരം ഓപ്ഷൻ എ ഡസ് ഷീ. 83-ാമത്തെ ചോദ്യം. ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. രോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ. രോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. ഉത്തരം ഓപ്ഷൻ ബി. 84-ാമത്തെ ചോദ്യം. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ് ഫോം. ചൂസ് യുവർ ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഉത്തരം ഓപ്ഷൻ സി. ദീസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. 85-ാമത്തെ ചോദ്യം. ഫിൽ അപ്പ് സ്യൂട്ടബിളി. വൈഡ് മീൻസ് ദ സെയിം ആസ് ബ്രോഡ്. വൈഡ് മീൻസ് ദ സെയിം ആസ് ബ്രോഡ്. ഉത്തരം ഓപ്ഷൻ ഡി ബ്രോഡ്. 86-ാമത്തെ ചോദ്യം. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് വിത്ത് ദ suitable phrasal verb. We will cancel the trip if the weather is bad. ഉത്തരം ഓപ്ഷൻ എ call off. Call off means cancel. 87-ാമത്തെ ചോദ്യം. Choose the correctly spelt word from the following. ഉത്തരം ഓപ്ഷൻ സി argument. ARGUMENT argument. 88-ാമത്തെ ചോദ്യം. Change the following sentence into reported speech. How do you feel this morning? He asked me. ഉത്തരം ഓപ്ഷൻ സി. He asked me how I felt that morning. He asked me how I felt that morning. 89-ാമത്തെ ചോദ്യം. Fill up with the correct tense form of the verb given in bracket. When her mother arrived, Isha dash finished the laundry. ഉത്തരം ഓപ്ഷൻ ഡി ഹാഡ് ഫിനിഷ്ഡ്. ഹാഡ് ഫിനിഷ്ഡ്. വെൻ ഹെർ മദർ അറൈവ്ഡ് ഇഷ ഹാഡ് ഫിനിഷ്ഡ് ദ ലോണ്ട്രി. ഉത്തരം ഓപ്ഷൻ ഡി. 90-ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് സ്യൂട്ടബിളി. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. ഉത്തരം ഓപ്ഷൻ ബി. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. 91-ാമത്തെ ചോദ്യം. അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. 92-ാമത്തെ ചോദ്യം. വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്മൃതമാകുമിപ്പോൾ. ഉത്തരം ഓപ്ഷൻ ഡി.
93-ാമത്തെ ചോദ്യം ശരിയായ പര്യായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അച്ഛൻ ജനയിതാവ്. അച്ഛൻ ജനയിതാവ്. 94-ാമത്തെ ചോദ്യം കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രേഷകൻ. 95-ാമത്തെ ചോദ്യം പിരിച്ചെഴുതിയതിൽ ശരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൺ പ്ലസ് നീർ സമം കണ്ണീര്. കണ്ണീർ. കൺ പ്ലസ് നീർ കണ്ണീർ. 96-ാമത്തെ ചോദ്യം ശരിയായ വിപരീത പദങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം. അതായത് അബദ്ധം സുബദ്ധം, ഖണ്ഡനം മണ്ഡനം. ഇവ ശരിയായ വിപരീത പദങ്ങളാണ്. 97-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം. ഓപ്ഷൻ സി 2ഉം 3ഉം. 98-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. 99-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റ പദമാണ് ഭാഗിനേയൻ? സഹോദരിയുടെ മകൻ. സഹോദരിയുടെ മകൻ എന്നതിൻ്റെ ഒറ്റ പദമാണ് ഭാഗിനേയൻ. 100-ാമത്തെ ചോദ്യം വ്യത്യസ്തമായ സമാസം ഉള്ള പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മരപ്പൊടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.